ഹായ് ഗൈസ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഫ്രെയിംസ് ഫ്രം മൈ ലൈഫ്. ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ഒരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യണത്. അപ്പോൾ എനിക്ക് ആ ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് സംതിങ് സ്പെഷ്യൽ ആവണം എന്നുണ്ട്. സോ ഞാൻ ഇപ്രാവശ്യം ലോങ് വീഡിയോ എൻ്റെ ലൈഫിൽ ഞാൻ ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകണമെന്ന് ആഗ്രഹിക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല എന്നിപ്പോൾ വേണമെങ്കിൽ പറയാം. അപ്പോൾ അതുപോലെ ഞാനൊരാളാണ്. ഓക്കെ, അപ്പോൾ ഞാനൊരു ട്രിപ്പ് പോകാൻ പോവാണ്. സോ ഐ എം എക്സൈറ്റഡ് ഫോർ ദാറ്റ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഞാൻ കുറേ കാലമായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ട് പക്ഷേ ഈ പ്ലാനിങ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രിപ്പിന് മുന്നോടിയായിട്ട് ഈ പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. ലൈക്ക് എന്താ പറയുക, ഫുള്ളി ഹെൽത്ത് വൈസ് ഡൗൺ, അങ്ങനെ എല്ലാം ഡൗൺ ആയിരുന്നു. പക്ഷേ എന്താ പറയുക, സഡൻ ഇതിൽ പോകാമെന്ന് വിചാരിച്ചിരുന്ന ഒരു പ്ലേസാണ്. അപ്പം ഞാനിപ്പോൾ ഇന്ന് അതിന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. സോ ഐ തോട്ട് ഓഫ് ഈ മൊമെൻറ്റ്സ് ക്യാപ്ചർ ചെയ്യണം എന്നുള്ളത്. കാരണം അത് എനിക്ക് ഈ മൊമെൻറ്റ്സൊക്കെ ക്യാപ്ചർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് പിന്നീട് നോക്കുമ്പോൾ എന്താ പറയുക, ഇറ്റ് ഈസ് ലൈക്ക് നമുക്കൊരു മെമ്മറീസാണ്. അപ്പോൾ കം ലെറ്റ്സ് എക്സ്പ്ലോർ വിത്ത് മീ. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം 5:15. എൻ്റെ പാക്കിംഗ് ഒന്നും ആയിട്ടില്ല. ഇനി ഏകദേശം ഒരു 3 മണിക്കൂറുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പോകണം. അപ്പോൾ ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ മിഥുനുണ്ട്. സോ പാക്കിംഗ് ഒക്കെ ചെയ്യാം. സോ ഞാനേ ഈ ടൈം എന്താ പറയുക, വിൻ്ററിന് വേണ്ടിയിട്ട് ബാംഗ്ലൂരായിരുന്നതുകൊണ്ട് നമ്മുടെ ചെവിയൊക്കെ അടയാതിരിക്കാൻ വേണ്ടിയിട്ടും തണുപ്പ് കയറാതിരിക്കാനും വാങ്ങിയൊരു സാധനമുണ്ട്, കാണിച്ചിട്ട് ഞാൻ വിചാരിച്ച് ഇതും കൂടി കൊണ്ടുപോകാന്നുള്ളത്. കാരണം എനിക്ക് ഫ്ലൈറ്റ് കയറി കഴിഞ്ഞാൽ എൻ്റെ ചെവി അടയും. അപ്പോൾ ഇതും കൂടി കൊണ്ടുപോകാം. ഇനി വാ, നമുക്ക് നമ്മുടെ മേക്കപ്പ് ബോക്സ് ആദ്യം ഓർഗനൈസ് ചെയ്യാം. അതാണ് ഏറ്റവും വലിയ ടാസ്ക്. ഐ എം കൺഫ്യൂസ്ഡ് ആക്ച്വലി. ഇത് ഞാൻ ഇന്നലെ വാങ്ങിച്ചൊരു പൗച്ചാണ്. ഇത് പക്ഷേ എനിക്ക് അതിൻ്റെ ആ ഒരു ഇതങ്ങോട്ട് ഇഷ്ടമായില്ല. ഭയങ്കര ഓവർ സ്പേഷ്യസ് ആണ് തോന്നുന്നു. അതിൽ കുട്ടി പൗച്ചുണ്ട്, ഇത് മതി തോന്നുന്നു. എന്താണ് അഭിപ്രായം? എനി സജഷൻസ്? അപ്പോൾ ഞാൻ ഇപ്പോൾ എന്താ പറയുക, മേക്കപ്പ് ഐറ്റംസ് എടുക്കുന്നത് ആകെ ഞാൻ വിചാരിച്ചു എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു 5 സാധനം. അത് എവിടെ വെച്ചിട്ടും എന്ത് ചെയ്താലും ഫേസ് വാഷ് ഇട്ടിട്ട് റിമൂവ് ചെയ്താലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു 5 സാധനങ്ങൾ ഞാനിപ്പോൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നു. ഓക്കെ, ഒന്ന് ഫൗണ്ടേഷൻ മസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടുത്തെ മുഖത്ത് കുഞ്ഞു പാടുകളൊക്കെ ഹൈഡ് ചെയ്യുന്നത് നല്ലൊരു സാധനം. പിന്നെ അതിനൊക്കെ മുന്നേ മോയ്സ്ചറൈസർ ഞാൻ സെറ്റാഫിലിൻ്റെ യൂസ് ചെയ്യുക, കാരണം എൻ്റെ സെൻസിറ്റീവ് സ്കിന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സെറ്റാഫിൽ, ഞാൻ ബാക്കി എല്ലാ കുറേ സാധനങ്ങളും യൂസ് ചെയ്തിട്ട് പാളിപ്പോയ ഒരാളാണ്. അതുകൊണ്ട് ഞാൻ സെറ്റാഫിലിലേക്ക് മാറി. ഇതെനിക്ക് കുഴപ്പമില്ല, ബെറ്ററാണ്. ഓക്കെ, അല്ലാതെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ബാക്കിയെല്ലാം എനിക്ക് പണികൾ തന്നിട്ടേ ഉള്ളൂ. പിന്നെ അതിനുശേഷം മൈ കോമ്പാക്റ്റ്, ഇത് രണ്ടും എൻ്റെ ഷെയ്ഡാണ്. പിന്നെ അതിന് ശേഷം ഇത് കൺസീലർ ഇവിടെയൊക്കെ കുഞ്ഞു കുരുവുണ്ട്. വല്ല ഫങ്ഷനും പോകുമ്പോഴാണ് ഈ കുരുക്കളൊക്കെ പൊന്തി വരിക ആസ് യൂഷ്വൽ. അപ്പോൾ അതൊന്ന് മായ്ക്കാൻ വേണ്ടിയിട്ട് ഇത്. പിന്നെ അതിന് ശേഷം ഐലൈനർ, പിന്നെ ഞാൻ കുഞ്ഞി പൗഡർ കൊണ്ടുപോകാറുണ്ട്. ഓക്കെ, പിന്നെ ലിപ്സ്റ്റിക്ക് ഇല്ലാതെ ഒരു കളിയില്ല. ലിപ്സ്റ്റിക്ക് എത്ര എണ്ണം കൊണ്ടുപോകണം എന്നുള്ളത് തീരുമാനിച്ചിട്ടില്ല. പിന്നെ അതിന് ശേഷം ഞാനൊരു ഫേസ് വാഷ് വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ ഈ ഫേസ് വാഷ് അല്ല യൂസ് ചെയ്യുക. ഞാൻ നോർമലി സെറ്റാഫിലിൻ്റെ ഫേസ് വാഷ് വാങ്ങിക്കുക. പക്ഷേ അതെൻ്റെ 1 ലിറ്റർ ബോട്ടിലാണ്, വലിയ ബോട്ടിലാണ്. അപ്പോൾ അതെനിക്ക് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഇപ്പോൾ അത് ട്രാവൽ പർപ്പസിന് വേണ്ടി മാത്രം ഞാൻ ലാക്ടോക്കലൈമൈൻ്റെ യൂസ് ചെയ്യാണ്. അത് ഞാൻ നോക്കിയപ്പോൾ 100 ml ചെറിയ ഇതിലും ചെറുതാണ് ഞാൻ പ്രതീക്ഷിച്ച്, പക്ഷേ എത്ര വലുത വന്നതെന്ന് പറഞ്ഞില്ല. പിന്നെ ലിപ്സ്റ്റിക്ക് ഒന്നത് മൈ ഫേവറേറ്റ് ലിപ്സ്റ്റിക്ക് മറ്റേ മെയ്ഡീസി ഷെയ്ഡിൻ്റെ സെൻസേഷണൽ. പിന്നെ ലിപ് ബാമും ബാക്കിയുള്ളത്. അപ്പം ഞാൻ ഈ പൗച്ചാണ് കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നത്. ഇനി ഞാൻ ഇതുപോലത്തെ കുഞ്ഞു പൗച്ചസിലായിട്ട് ഓരോ ഐറ്റംസ്, ഡ്രസ്സും ബാക്കി നൈറ്റ് വെയേഴ്സും എന്താ പറയുക, നമ്മുടെ ടവൽ, ഹാൻഡ് കർച്ചീഫ്, അങ്ങനത്തെ ഐറ്റംസൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ബാഗിലോട്ട് പാക്ക് ചെയ്യാം. ഫൈനലി നമ്മൾ കുറേ നേരത്തിന് ശേഷം പാക്കിംഗ് ഒക്കെ ചെയ്തു. എനിക്കതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം അത്ര തിരക്കിലായിരുന്നു. അങ്ങനെ ഏകദേശം 3-4 മണിക്കൂറത്തെ പെട്ടെന്നുള്ള പാക്കിങ്ങിന് ശേഷം നമ്മൾ ബാംഗ്ലൂർ എയർപോർട്ടിലേക്ക് പോവാണ്. ബാംഗ്ലൂർ നൈറ്റ് ട്രാഫിക് ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ലെന്ന് വേണമെങ്കിൽ പറയാം. With no borders, a whisper caught in the wind. I see her boots at the corner cafe with a notebook.
എൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. എക്സൈറ്റ്മെൻറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പനി പിടിച്ച് കിടപ്പിലായിരുന്നു തലേ ദിവസം. പിന്നെ ഇഞ്ചക്ഷനൊക്കെ എടുത്തു. അതിനൊക്കെ ശേഷമാണ് ഒന്ന് ഓക്കെ ആയത്. പെട്ടെന്നുള്ള ക്ലൈമറ്റ് ചേഞ്ച് നാട്ടിൽ നിന്ന് ബാംഗ്ലൂർക്ക് വന്നപ്പോഴുള്ള ഒരു ഡിഫറൻസൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം എയർപോർട്ടിലെത്തി. ഞങ്ങൾ ചെക്ക് ഇൻ ഫോർമാലിറ്റീസൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഗേറ്റിലോട്ട് പോവാണ്. ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടുന്ന് 3 hours ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു ഡൽഹിക്ക്. ഞങ്ങൾക്ക് ഡൽഹിയിൽ വെച്ചിട്ടായിരുന്നു എമിഗ്രേഷനൊക്കെ. ബാംഗ്ലൂർ വെച്ചിട്ട് ഒരു ഫോർമാലിറ്റീസ് അധികമൊന്നുമില്ല. ആസ് എ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് എടുത്തിരുന്നത്. ഞങ്ങൾ വിത്ത് ഫുഡാണ് ഓപ്റ്റ് ചെയ്തിരുന്നത്. കാരണം ഞങ്ങൾ രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം കഴിക്കാൻ ടൈം ഉണ്ടാവില്ലെന്ന് ഏകദേശം ഉറപ്പുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ വർക്കിംഗ് ഡേ പോകുന്നത്. അപ്പം ഞങ്ങൾ ഓഫീസിൽ പോയി വന്നിട്ട് വൈകുന്നേരമാണ് ഫ്ലൈറ്റ് എടുക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിലൊക്കെ കയറി. ഒരു വിൻഡോ സീറ്റും പിന്നെ ഒരു മിഡിൽ സീറ്റും ഞങ്ങൾ എടുത്തിരുന്നത്. അതാകുമ്പോൾ സുഖമായിട്ട് കിടന്നുറങ്ങാനെല്ലാം ചെയ്യാം എന്നുള്ള രീതിയിലായതുകൊണ്ട് തന്നെ നൈറ്റ് ഫ്ലൈറ്റ് ഓപ്റ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് എന്താ പറയുക, കൂടുതൽ ടൈം നൈറ്റിലോട്ട് ട്രാവൽ വരുമല്ലോ. അങ്ങനെ ഫൈനലി നമ്മൾ ഡൽഹിയിലെത്തി. അങ്ങനെ ഡൽഹിയിലെത്തിയിട്ട് ഇനി ബാക്കി ഫോർമാലിറ്റീസ് ചെയ്യണം. എമിഗ്രേഷൻ ആ വക ഐറ്റംസൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തു. ഏകദേശം 5 മണിക്കൂർ ലേ ഓവർ ഉള്ളതുകൊണ്ട് തന്നെ കട്ട പോസ്റ്റും ബോറിങ്ങും ആയിരുന്നു. പിന്നെ കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു ഡൽഹിയിൽ. കുഴപ്പമില്ലാത്ത ക്ലൈമറ്റൊക്കെ ആയിരുന്നു പോയ സമയത്ത്. പിന്നെ എയർപോർട്ടിൽ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. അതിനുശേഷം അപ്പോഴേക്കും നമ്മുടെ ഫ്ലൈറ്റ് വന്നു. ഫ്ലൈറ്റ് ഏകദേശം ഒരു 30 to 40 minutes ഡിലേ ഉണ്ടായിരുന്നു. പക്ഷേ അത് അവസാനത്തെ ഡെസ്റ്റിനേഷനിൽ എത്തുന്ന ടൈമിൽ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല വലിയതിൽ. അവർ പറഞ്ഞ ടൈമിൽ തന്നെ എത്തിച്ചു, ഇവിടുന്ന് ലേറ്റ് ആയാൽ കൂടി. അങ്ങനെ നമ്മൾ ഗേറ്റിലോട്ട് പോയി ഫ്ലൈറ്റ് കയറാൻ പോവാണ് ഇപ്പോൾ. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റൊക്കെ കയറി. ഇത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഉറങ്ങി. പിന്നെ അവരുടെ ഇൻസ്ട്രക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി നമുക്ക് ഫുഡൊക്കെ വന്നു. കുഴപ്പമില്ലായിരുന്നു. ബ്രെഡ് ഓംലേറ്റ് അങ്ങനത്തെ ടൈപ്പാണ് ചൂസ് ചെയ്തത്. നോൺ വെജ് ആയതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല രാവിലത്തെ ഫുഡ്. അതിനുശേഷം വീണ്ടും കൂടി ഈ കാഴ്ചകളൊക്കെ കണ്ടു. നല്ല രസമാണ്. എനിക്കിഷ്ടമാണ് ഈ ക്ലൗഡ് ബെഡ്സ് കാണാൻ വേണ്ടിയിട്ട്. ആൻഡ് ഫൈനലി നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്താറായി. അങ്ങനെ നമ്മൾ ഏകദേശം ലാൻഡ് ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ ഫൈനൽ ഡെസ്റ്റിനേഷനായ തായ്ലാൻഡിലെത്തി. ഞങ്ങളിപ്പോൾ ലാൻഡ് ചെയ്തിരിക്കുന്ന സുവർണഭൂമി എയർപോർട്ടിലാണ്. അതിനുശേഷം ഞങ്ങൾ അവിടുത്തെ ഇമിഗ്രേഷൻ ഫോർമാലിറ്റീസും എല്ലാം ചെയ്തിട്ട് ഞങ്ങൾ നേരെ ഞങ്ങളുടെ ഹോട്ടലിലേക്ക് ആദ്യം ചെക്ക് ഇൻ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ഗ്രാബ് എടുത്തിട്ട് ഹോട്ടലിൽ പോയി കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് ഈവനിങ് പട്ടായ ബീച്ചിൻ്റെ സൈഡിലോട്ട് ജസ്റ്റ് വാക്കിന് പോയി. അതിനുശേഷം തൊട്ടടുത്ത് തന്നെയാണ് വാക്കിംഗ് സ്ട്രീറ്റ്. വാക്കിംഗ് സ്ട്രീറ്റിൽ ഞങ്ങളിങ്ങനെ ജസ്റ്റ് കറങ്ങാനൊക്കെ നല്ല രസമായി. ലൈറ്റൊക്കെ കാണാനും എല്ലാത്തിനും വേണ്ടിയിട്ട് എക്സ്പ്ലോർ ചെയ്യാം. അതിനുശേഷം വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ വേറൊരു സ്ട്രീറ്റ്, അത് ഫുഡ് സ്ട്രീറ്റാണ്. തായ്ലാൻഡിൽ തന്നെ ഫേമസ് ഡിഷായിട്ടുള്ള ന്യൂട്ടെല്ല ബനാന പാൻകേക്ക് ട്രൈ ചെയ്തു. അത് ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ റൊട്ടി കൈൻഡ് ഓഫ് എന്താ പറയുക, പൊറോട്ടയുടെ മാവില്ലേ, അത് കുറച്ചും കൂടി എന്താ പറയുക തിന്നായിട്ട് നമ്മളൊരു എന്താ പറയുക ചപ്പാത്തിക്കൊക്കെ പരത്തണ പോലെ പരത്തിയിട്ട് അതിൻ്റെ മേലെ നമ്മൾ എന്താ പറയുക മുട്ട ഒഴിച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ബനാനയും എന്താ പറയുക ന്യൂട്ടെല്ലയും വെച്ച് സ്റ്റഫ് ചെയ്താണ്. അത് അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പട്ടായി കഴിച്ചു. അടുത്ത ഫേമസ് ഡിഷാണ്. പക്ഷെ എനിക്ക് അത്ര ഇഷ്ടമായില്ല. പിന്നെ ഇങ്ങനെ സ്ട്രീറ്റ് ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്തു. അങ്ങനെ ഡേ 1 അറ്റ് തായ്ലൻഡ് അടിച്ചു പൊളിച്ചു. നല്ല രസമുണ്ടായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ഒക്കെ ആയിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ടു മൈ യൂട്യൂബ് ചാനൽസ്. കമൻറ്റ് ഇടാൻ മറക്കല്ലേ.